നമ്മൾ രാവിലെ സൈക്ലിങ്ങിന് വെറുതെ സൈക്കിളുമായിട്ട് വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. ഇതൊരു റബ്ബർ തോട്ടമാണ്. റബ്ബർ തോട്ടത്തിനോട് ചേർന്നിട്ട് തൊട്ടടുത്തൊരു ചെറിയൊരു മന്ദിരം, അമ്പലമാണിത്. ഇവിടുത്തെ ത്രിപുരക്കാരുടെ ദേവിയും ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. വലിയൊരു ആൽമരമുണ്ട് ഇതിനോട് ചേർന്നിട്ട്. തൊട്ടടുത്ത് ചേർന്ന ഒരു കുളമുണ്ട്. നല്ലൊരു ഭംഗിയുള്ള കാഴ്ചയാണിത്. നമ്മൾ ഫസ്റ്റ് കാണുന്ന ഈ ഒരു അമ്പലത്തിൽ ശിവനും പാർവതിയാണ് ഉള്ളത്. പിന്നെ ആൽമരത്തിൻ്റെ ചോട്ടിൽ ഒരു നന്ദിയുണ്ട്. പിന്നെ അതേപോലെ ഭദ്രകാളിയുണ്ട്. ഇവിടുത്തെ പ്രധാനപ്പെട്ടൊരു പ്രതിഷ്ഠയാണ് ഭദ്രകാളി. ഈ ആലിൻ്റെ പുറകിലുള്ള അമ്പലത്തിൽ ശിവലിംഗമാണുള്ളത്. ഈ ആല് ഭയങ്കര പ്രത്യേകതയുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ അതിൻ്റെ വള്ളികൾ കയറി പോയിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ ഓരോ പൂജ കഴിയുമ്പോഴത്തേക്ക് ആ വിഗ്രഹങ്ങൾ ഇവർ ഉപേക്ഷിക്കും എന്നുള്ളത്. അപ്പോൾ ഇവിടെ പുറത്ത് നിൽക്കുന്നത് മുഴുവൻ ഉപേക്ഷിക്കപ്പെട്ട ദൈവങ്ങളാണ്. ഇതിനടുത്ത് തന്നെ വളരെ മനോഹരമായിട്ടൊരു കുളമുണ്ട്. തന്നെ പല കാളികളുടെയും ഒക്കെ പല പല ഫോട്ടോകൾ വെച്ചിട്ടുണ്ട് ഇതിനോട് ചേർന്ന് തന്നെ.